നമസ്കാരം ഡാബിഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അഡോബിയുടെ ആഫ്റ്റർ എഫക്റ്റും ഡാവിഞ്ചി റിസോൾവിന്റെ ഫ്യൂഷനും തമ്മിലുള്ള ചെറിയ സാമ്യങ്ങളും വ്യത്യാസങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് ടൈം ലൈൻ മാനേജ്മെന്റ് ആണ്. ഒരു ടൈം ലൈനിൽ വീഡിയോ ഇട്ട ശേഷം അതിനെ എങ്ങനെ ട്രിം ചെയ്യാം, അതുപോലെ അറേഞ്ച് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ ചെയ്ത് വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യം തന്നെ അഡോബി ആഫ്റ്റർ എഫക്റ്റ് ആണ് പറയുന്നത്. കാര്യം ആഫ്റ്റർ എഫക്റ്റ് അത്യാവശ്യം ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫ്യൂഷൻ ആണ് കണ്ടിടത്തോളം ആളുകൾ തീരെ എന്താ പറയാ നോക്കാത്തൊരു ഭാഗം. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരേപോലെ പഠിക്കാം അല്ലേ. അപ്പോൾ ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് അതിന്റെ അകത്ത് ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ടൈം ലൈൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ന്യൂ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേര് കൊടുക്കുക അല്ലേ. ആഫ്റ്റർ എഫക്റ്റ് 1 എന്നുള്ളൊരു പേര് കൊടുത്തു. അതിന് നമുക്ക് ഏത് റെസൊല്യൂഷനിലാണ് വേണ്ടതെന്ന് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് റെസൊല്യൂഷൻ സെലക്ട് ചെയ്തു, സ്ക്വയർ പിക്സൽ ബാക്കി പിന്നെ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്തു. 30 ഫ്രെയിമാണ് ഓൾമോസ്റ്റ് ഒക്കെ റെഡി. ഓക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്കൊരു ടൈം ലൈൻ ക്രിയേറ്റ് ആയി കിട്ടിയില്ലേ. ഈ ടൈം ലൈൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ വീഡിയോ ആഡ് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ അകത്ത് നിന്ന് ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്കും ഡ്രോപ്പ് ചെയ്യാം. ഇതിനെന്താ പറയുക, ഇവിടെ ഒരു മീഡിയ ബ്രൗസർ ഉണ്ട്, ഇവിടെ ഒരു വ്യൂവർ ഉണ്ട്, താഴെ ഒരു ടൈം ലൈൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ എഫക്റ്റ് പാനലും ഉണ്ട്, എഫക്റ്റും കാര്യങ്ങളും സെറ്റിംഗ്സ് ഒക്കെ എടുക്കാനുള്ള. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ എന്തെങ്കിലും എഫക്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രൊജക്റ്റിൻ്റെ ഇവിടെ ഒരുപാട് പാനലുകൾ അപ്പിയർ ആയി തുടങ്ങും. നമ്മൾ എന്തെങ്കിലും എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നോക്കുക. അത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ട്രിം ചെയ്യുന്നവരെ കാണിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 2 സെക്കൻഡ്, ഇതിൽ സെക്കൻഡ്സ് കണക്കിലാണ് കാണിക്കുന്നത്, 2s എഴുതിയുണ്ട. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് വെച്ച് നമുക്കിത് ക്രോപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ട്രിം ചെയ്യാനാണ് ഞാൻ പറയാം കേട്ടോ. ഈ ഒരു എഡ്ജിൽ കൊണ്ടുവന്ന് മൗസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐക്കൺ കിട്ടും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്തായി, അത്രയും ഭാഗം ട്രിമ്മായി. നോക്കിക്കോ കണ്ടോ, ആ ഭാഗം ട്രിമ്മായി, അവിടെ ബ്ലാക്ക് ആയിട്ടാണ്. ഇനി എനിക്ക് ഈ ഒരു 8 സെക്കൻഡുള്ള വീഡിയോ ആണ് വേണ്ടെങ്കിൽ എന്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ബാക്കോട്ടേക്ക് കട്ട് ചെയ്യണം അല്ലേ. അപ്പം മുന്നോട്ടുള്ള ഭാഗങ്ങളും കട്ടായി. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അലൈൻ ചെയ്തിട്ട് ബാക്കോട്ടേക്ക് വെക്കണം അല്ലേ. അതിനെന്താ ചെയ്യുക, ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. കണ്ടോ, ആദ്യത്തെ ആ 8 സെക്കൻഡിലേക്ക് വീഡിയോ സെറ്റായി. മാത്രമല്ല ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ വരുന്ന 2 സെക്കൻഡും വീഡിയോയുടെ അവസാനം വരുന്ന 4 സെക്കൻഡോളം അതും നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഇടയ്ക്കുള്ള ഈ ഒരു പാട്ട് മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് വലിയൊരു ക്ലിപ്പാണെങ്കിലോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളല്ല ആഫ്റ്റർ എഫക്റ്റും അതുപോലെ തന്നെ ഫ്യൂഷനും. അഡോബിക്ക് ആണെങ്കിൽ പ്രീമിയർ ഉണ്ട്, ഡാവിഞ്ചിക്ക് ആണെങ്കിൽ റിസോൾവ് ഉണ്ട് അല്ലേ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബ്ലാക്ക് മാജിക് എന്നാണ് കേട്ടോ അവരുടെ പേര്. ബ്ലാക്ക് മാജിക്കിന് ഡാവിഞ്ചി റിസോൾവ് ആണ് എഡിറ്റ് ചെയ്യാൻ. അതിൻ്റെ അകത്ത് ഇതുപോലത്തെ എഫക്റ്റുകൾ VFXകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ആഫ്റ്റർ എഫക്റ്റ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്, എഫക്റ്റുകൾ VFXകൾ കാർട്ടൂൺ ആനിമേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് അലൈൻ ചെയ്തിട്ട് വെച്ചു അല്ലേ. നമുക്ക് നേരെ ഫ്യൂഷനിലേക്ക് പോവാം. ഓക്കെ അല്ലേ. ഫ്യൂഷൻ്റെ അകത്ത് ഇത്തിരി കൺഫ്യൂഷൻ ആണ് അല്ലേ. ഒരു ക്ലിപ്പിനെ എങ്ങനെ അലൈൻ ചെയ്ത് വെക്കണം എന്നുള്ള ഇത്തിരി ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫ്യൂഷൻ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത ആട്ടെ, ഫ്യൂഷൻ നമുക്ക് സിംഗിൾ ആയിട്ട് ഫ്യൂഷൻ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സെയിം ഫീച്ചറുകളോട് കൂടിയിട്ട് ഡാവിഞ്ചി റിസോൾവ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ അകത്തും ഫ്യൂഷൻ നമുക്ക് കിട്ടും അല്ലേ. കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്, എഡിറ്റിംഗ് ഇന്റർഫേസ് ആണ് ഉണ്ടാവുക. അതിന്റെ തൊട്ട് അപ്പുറമായിട്ട് ഒരു ഫ്യൂഷന്റെ ഐക്കൺ ഉണ്ട് അല്ലേ, ഒരു ചെറിയ ഐക്കൺ ഫ്യൂഷൻ എഴുതിയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂഷന്റെ അകത്തേക്ക് വന്നു. അപ്പോൾ ഇതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ സിംഗിൾ ആയിട്ട് ഫ്യൂഷൻ മാത്രം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പക്ഷേ കളർ ഗ്രേഡിങ്ങോ എഡിറ്റിങ്ങോ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്ത വർക്കിനെ പിന്നെയും ഈ എഡിറ്ററിലേക്ക് കൊണ്ടുവരണം അല്ലേ. അതിനേക്കാൾ നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അത് ഫ്യൂഷൻ കിട്ടുന്നുള്ളത് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ മീഡിയ എങ്ങനെ ആഡ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയ പൂളാണ് ഇവിടെയുള്ള മീഡിയ പൂൾ എന്ന് പറയുന്നത് ബ്രൗസറിന് കേട്ടോ. ഓക്കെ, അവിടേക്ക് നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. രണ്ടും സെയിം എഫക്റ്റ് ആണ്. അതിൻ്റെ മീഡിയ പൂളിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചേഞ്ച് ഡോണ്ട് ചേഞ്ച് എന്നുണ്ട്. ഈ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലിപ്പ് എങ്ങനെയാണോ അതിൻ്റെ ഫ്രെയിം റേറ്റ്, അതിൻ്റെ റെസൊല്യൂഷൻ അതിനനുസരിച്ച് മാറും. ഡോണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അത് 30 ഫ്രെയിം ആണെങ്കിൽ 30 ഫ്രെയിമിൽ, അതുപോലെ 4K ആണോ HD ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ മാറും. ഓക്കെ ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നമുക്ക് ലെയർ ആയിട്ടല്ലേ കിട്ടുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം, മുകളിലായിട്ട് വെക്കണം, താഴെ വെക്കണം എന്നൊന്നും ഒരു നിയമമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അതൊന്നും ഒരു പൈപ്പ് ലൈൻ, ഒരു ലൈൻ ഇവിടേക്ക് വലിച്ചിട്ട് ഔട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. മീഡിയ ഇന്നെന്ന് പറയുന്നത് എന്താണ്, ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റ് കോളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ കീബോർഡിൽ 1 പ്രസ് ചെയ്താൽ കാണാൻ പറ്റും. 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ വ്യൂവറിൻ്റെ അകത്ത് നമുക്ക് ആ മീഡിയനെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഇത് മീഡിയ ഇന്നാണ്, ഇത് മീഡിയ ഔട്ടാണ്. ഓക്കെ അല്ലേ. ഇനി ബ്രൗസർ വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം അവിടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ക്രീനും സെക്കൻഡ് സ്ക്രീൻ ആയിട്ട് ഇങ്ങനെ 2 വ്യൂവറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അതാണെങ്കിൽ സിംഗിൾ ആക്കാം, തായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ വ്യൂവർ ആവും, ഡബിൾ വ്യൂവർ ആവും. നമുക്കിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് മീഡിയ ഇൻ 1നെ നമുക്ക് ഒന്ന് ട്രിം ചെയ്യണം അല്ലേ, 2 ഭാഗവും. അതിനെന്താ ചെയ്യേണ്ടത്, എനിക്കിപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് സെക്കൻഡ്സ് ആയിട്ടല്ല ഫ്രെയിംസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 30 ഒരു ഫ്രെയിം,
30ാമത്തെ ഫ്രെയിമിൽ ഞാൻ കൊണ്ടുവച്ച ശേഷം എനിക്ക് ആ 30ന് ബാക്കോട്ടുള്ള വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന ഏരിയയാണ് ഇൻസ്പെക്ടർ. അവിടെ വന്ന ശേഷം ഈ ഒരു ഗ്ലോബൽ ഇൻ ആൻഡ് ഔട്ട് കണ്ടോ, ഇവിടെ ഞാൻ 0 എന്നുള്ളത് മാറ്റി 30 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് 100 വരെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ 100 ടൈപ്പ് ചെയ്തു. കണ്ടോ, ഇത്രയും ഒതുങ്ങിയില്ലേ? ഓക്കെ, ഇങ്ങനെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ആ 100 ഫ്രെയിമുകൾ ഈ ഫസ്റ്റിലല്ലേ ലാസ്റ്റിലാന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ലാസ്റ്റ് 100 ഫ്രെയിമുകൾ എനിക്ക് ഇവിടെ കിട്ടിയില്ലേ? എത്ര ഫ്രെയിമുകളാണോ വേണ്ടത് അത് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? 0 മുതൽ ഒരു 100 വരെയാണ് അല്ലെങ്കിൽ 200 വരെയുള്ള ഫ്രെയിമുകളാണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് എനിക്ക് വേണ്ട ഫ്രെയിമുകളെ സെലക്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റത്തെ 100 ഫ്രെയിമുകളാണ് ബാക്കോട്ട് വെക്കുക, നടുവുള്ള 100 ഫ്രെയിമാണ് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ എനിക്ക് അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ, സിമ്പിൾ അല്ലേ? ഇനി എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി എന്താ, അവിടെ കീ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെറിയൊരു ടൈം ലൈൻ ഇവിടെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈം ലൈനിൽ 0 തൊട്ടാണ് വീഡിയോ തുടങ്ങുന്നത് അല്ലേ? സാധാ പോലെ തന്നെ ഇതൊന്ന് സൂം ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ സൂം ടു ഫിറ്റ് കൊടുക്കാൻ പറ്റും ഈ ഒരു ഓപ്ഷന്, അല്ലെങ്കിൽ വലുതാക്കുകയും ചെയ്യാം, ചെറുതാക്കുക ഇവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ 0 മുതലാണ് എനിക്ക് വേണ്ട, മീൻസ് 30 മുതലാണ് എനിക്ക് വേണ്ടെങ്കിൽ ഈ ഹെഡർ ഇങ്ങനെ നീക്കൊണ്ട് കഴിഞ്ഞാൽ 30 നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 30th ഫ്രെയിമിലേക്ക് ഇവിടുന്ന് ക്രോപ്പ് ചെയ്യുക. എങ്ങനെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ എവിടെ ക്രോപ്പ് ചെയ്യേണ്ടത്, മീഡിയ ഇന്നാണ് കേട്ടോ, മീഡിയ ഔട്ടല്ല. കൊണ്ടുവരിക, 100ൻ്റെ അകത്തേക്ക് കൊണ്ടുവയ്ക്കുക. അതാ 100ാമത്തെ ഫ്രെയിമിൽ ഹെഡർ വെക്കുക, അവിടേക്ക് ക്രോപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 0 മുതൽ 30 വരെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 0ലേക്ക് വീണ്ടും ഹെഡർ കൊണ്ടുവയ്ക്കുക. പ്ലേ ഹെഡർ എന്നാട്ടോ ചുവന്ന സമയത്തിന് പറയാം. എന്നിട്ട് അവിടേക്ക് ഇത് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, 1 മുതൽ 70 വരെയുള്ള ഫ്രെയിമുകൾ പ്ലേ ആവും. ഇനിയും എനിക്ക് മുന്നോട്ടേക്കുള്ളത് വേണമെങ്കിൽ ഇവിടെ സാധാരണ പോലെ നമ്മൾ എങ്ങനെയാണ് ടൈം ലൈനിൽ എഡിറ്റ് ചെയ്യുന്നത് അതേ മോഡൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇപ്പം നോക്കിക്കോ, നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ 0 മുതൽ ഫുള്ളി പ്ലേ ആവും. ഇനി കൂടുതൽ വീഡിയോസ് ഇതിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോസ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കമ്പാരിസൺ ആയിട്ട് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മുന്നോട്ടേക്ക് വീഡിയോസ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.